നമുക്ക് തെറ്റുപറ്റിയതാണ്. മർഡർ കേസിന് ശിക്ഷിക്കപ്പെട്ട് 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് ആ സൈത്താൻ ബാപ്പുട്ടി. മാനസിക രോഗിയാണെങ്കിൽ കോടതിയാലെ ശിക്ഷിക്കുന്നു. ഡോക്ടർ പറഞ്ഞു വിശ്വസിച്ചു പോയതാണ് അബദ്ധമായത്. സൈക്കോളജിസ്റ്റ്, പാരാസൈക്കോളജിയിൽ ഡോക്ടറേറ്റ്, മണ്ണാങ്കട്ട എടുത്തിട്ട് 10 പെട കൊടുക്കാൻ വേണ്ടത്. അത്ഭുതവിളക്കും ബോധവുമൊക്കെ ഉണ്ടെന്ന് തന്നെയാണോ സാറും ചന്ദ്രമോഹനും പറയുന്നത്? ഒരു കാര്യം ഷുവർ, ചന്ദ്രമോഹനെ വിദഗ്ധമായി കബളിപ്പിച്ച് രക്ഷപ്പെടാൻ അയാൾക്ക് കഴിഞ്ഞുവെങ്കിൽ അയാളുടെ ശരീരം പോലെ തന്നെ മനസ്സും സ്ട്രോങ്ങാ. അതിനൊരു തകരാറുമില്ല. പറഞ്ഞതിൽ മുഴുവനെന്ന് ഞാൻ പറയുന്നില്ല, പലതും സത്യമാണ്. പക്ഷേ അത് കോടതി വിശ്വസിക്കില്ല. കോടതി പിന്നത്തെ കാര്യം. കിഡ്നാപ്പ് ചെയ്യപ്പെട്ട കുട്ടികളുടെ കാര്യമാണ് ഞാനിപ്പോ ചിന്തിക്കുന്നത്. കയ്യിൽ കിട്ടിയ പ്രതിയെ വിട്ടയച്ചു. ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ എന്തിനാ പിന്നെ പോലീസിന്റെ തൊപ്പിയും വെച്ച് നടക്കുന്നത്? ഊരി വെച്ച് കളയ്ക്കാൻ പോവാ. കാലകേയൻ, അങ്ങനെ ഒരാളുണ്ടെന്ന് സൈത്താൻ ബാപ്പുട്ടി പറഞ്ഞത് സത്യമാണെങ്കിൽ ഷുവർ ഹീസ് എ ബ്ലാക്ക് മജീഷ്യൻ. മന്ത്രവാദവും മറ്റുമായി നടക്കുന്ന ഒരാൾ. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി സർ. മാഡം, ഞാൻ ഇതിനു മുമ്പ് വരുന്ന ലോക്കൽ സ്റ്റേഷൻ അതിർത്തി ഒരു ആശ്രമവും പൂജയും ആരാധനയൊന്നുമില്ല, ധ്യാനവും പ്രഭാഷണവും. ബാബ എന്ന ആശ്രമാധിപതിയെ എല്ലാവരും വിളിക്കാം. ജ്ഞാനി, ദിവ്യൻ, അങ്ങനെയാണെന്ന് പറയപ്പെടുന്നത്. എന്നുവെച്ചാൽ ഒരു സന്യാസി ടൈപ്പല്ല, മറ്റുള്ള സ്വാമിമാരെ പോലെയല്ല. കാനഡയിലെ ഏതോ യൂണിവേഴ്സിറ്റിയിലെ ഡീനായിരുന്നു. പാരാസൈക്കോളജിയിലും ആൻഷ്യന്റ് ലിറ്ററേച്ചറിലും ഡോക്ടറേറ്റ്. എന്തൊക്കെയോ സിദ്ധികളുള്ള ആളാണ്. അനുഭവസ്ഥർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഒന്ന് പരീക്ഷ നോക്കുന്നതിൽ തെറ്റില്ലെന്ന എന്തൊരോപ്പിനി. ഈ മാതിരി വിഷയങ്ങളിൽ ഓഥന്റിക്കായി ഉത്തരം നൽകാൻ ബാബയ്ക്ക് കഴിയും എന്ന് തന്നെ എന്റെ വിശ്വാസം. സാറെന്ത് പറയുന്നു? അബദ്ധം പറ്റിപ്പോയില്ലേ? ജോത്സ്യന്മാരെ രഹസ്യമായി ചെന്ന് കാണാറുള്ള പോലീസുകാരെ എനിക്കറിയാം. ഒന്ന് പരീക്ഷ നോക്കാം. ബാബയെങ്കിൽ ബാബ.